ഹാർഡ് കോർ സീരീസ് എപ്പിസോഡ് 2 ഗൈസ്. എല്ലാവർക്കും വെൽക്കം. നമ്മൾ ഗൈസ് ഇന്ന് ബിൽഡ് ചെയ്യാൻ പോകുന്ന ഗൈസ് നമ്മൾ ഓൾറെഡി കുറേ കാര്യങ്ങൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇന്ന് ബിൽഡ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം ഗൈസ്. ഞാൻ ചെറിയൊരു ബ്രീഡർ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ബ്രീഡറിനകത്ത് വരുന്ന ബ്രീഡറെല്ലാം വെച്ച് ബ്രീഡ് ആവുന്ന എല്ലാത്തെയും വെച്ച് നമുക്കൊരു ചെറിയ ട്രേഡിംഗ് ഹാള് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. ട്രേഡിംഗ് ഹാൾ വിത്ത് വീട്. നമ്മുടെ ഈ ചെറിയ വീടൊക്കെ എന്തിനു കൊള്ളാം. ഇതാണ് ഒരു ഹാർഡ് കോഡ് ബിൽഡ് ചെയ്യേണ്ട വീട്. നിങ്ങൾ തന്നെ പറയും ഗൈസ്. എന്തായാലും എൻ്റെ ഫസ്റ്റ് വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ തന്നെ പറയും. നിങ്ങളെല്ലാവരും പറഞ്ഞു ഇത് എന്ത് വീട് എന്ത് കാണിച്ചേക്കുന്നത് അത് ചോദിക്കും. അതുകൊണ്ട് ഞാൻ ഗൈസ് സെക്കൻഡ് നല്ല വീൽഡ് എന്ന് വെച്ചാൽ വലിയ വീൽഡ് വിത്ത് ട്രേഡിംഗ് ഹാള്. വീടിനകത്ത് തന്നെ ട്രേഡിംഗ് ഹാള് ഒരു സെറ്റപ്പാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. വലിയൊരു ബിൽഡ് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അത് ബിൽഡ് ചെയ്യണം. കോപ്പിക്കാറ്റ് ഗൈസ്, കോപ്പിക്കാറ്റ്. ഐ മീൻ ഏതൊരു വീഡിയോ കണ്ടിട്ടുണ്ട്. ആ വീഡിയോ അടിച്ച് മാറ്റി ചെയ്യും. അത് പിന്നെ നമുക്കൊന്നും ചെയ്യാറിയത്തില്ലല്ലോ ബേസിക്കലായിട്ട്. പിന്നെ ഗൈസ് നമുക്കിത് വില്ലേജ് ഔട്ട് പോസ്റ്റുള്ള കാര്യം ഞാൻ റെൻഡർ ഡിസ്റ്റൻസ് 20 ഇട്ട് കഴിഞ്ഞാൽ പ്ലേസ് കാണുന്നത്. എവിടെ റെൻഡർ ഡിസ്റ്റൻസ് ഇട്ട് കഴിഞ്ഞപ്പോൾ നേരെ നോക്കുന്നു കണ്ടോ. ഇത്രയും അടുത്തത് വില്ലേജ് ഔട്ട് പോസ്റ്റ് ഉണ്ട്. തൊട്ടടുത്ത് വില്ലേജ് ഔട്ട് പോസ്റ്റ് ഉണ്ട്, വില്ലേജും ഉണ്ട്, എല്ലാം ഉണ്ട്. ഈ ബാഡോമ എടുക്കുന്നു, ഓടി വരുന്നു, ഫൈറ്റ് എടുക്കുന്നു. ഈ അയണാർമ വെച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ സെയിം അയണാർമ കേസ് ഓൾറെഡി ഞാനൊരു ഇൻട്രോ റെക്കോർഡ് ചെയ്യുന്നു. ആ ഇൻട്രോക്കകത്ത് മൈക്ക് ഓഫാക്കി റെക്കോർഡ് ചെയ്തു. അതുകൊണ്ട് ഞാൻ രണ്ടാമത് എടുക്കുന്നത്. അയണാർമറൊക്കെ അതിനകത്തായത്. ആ വീഡിയോ ഒന്നും ഇടുന്നില്ല. ആ വീഡിയോ എങ്ങനെ എടുക്കും? ആ വീഡിയോ എങ്ങനെ ഇടും? ഞാൻ മരമ്പ് കാണിച്ചില്ല കേസ്. പിന്നെ കുറേ സാധനങ്ങൾ ആക്കിയിട്ടുണ്ട് കേട്ടോ ബിൽഡ് ചെയ്യാൻ വേണ്ടി. ഞാൻ ഈ ഫ്ലൂസ് ലോഗ് വെച്ചാട്ടോ കേസ് എന്തായാലും ബേസ് ബിൽഡ് ചെയ്യാൻ പോകുന്നത്. അതാണെങ്കിൽ എളുപ്പമുണ്ട്. മഴ എത്ര വലിയ മഴ ആവുമല്ലോ, അതുകൊണ്ട് എളുപ്പമുണ്ട്. പിന്നെ നമ്മൾ ബ്രീഡർ പണിതുകൊണ്ട് ബ്രീഡറിൻ്റെ റീപ്ലൈ ബോർഡ് ഞാൻ വീഡിയോക്കകത്ത് ആഡ് ചെയ്തു. അപ്പോൾ ഗൈസ് നമുക്ക് ഒരു ബിൽഡ് ചെയ്യാം ഗൈസ്. എന്തായാലും ഞാൻ റീപ്ലൈ മോഡിൽ കാണിക്കാം ഗൈസ്. ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ചെറുതായി ബിൽഡ് ആക്കിയിട്ടുണ്ട്. ഇന്ത്യയിലൊന്നും ചെയ്തിട്ടില്ല. ഇത് ഇന്ത്യയിലൊക്കെ നമുക്ക് ചെയ്യാം. അതിന് മുമ്പ് എനിക്ക് 2 പന്നിയെ തല്ലിക്കൊല്ലണം. 2 പന്നികളെ തല്ലിക്കൊല്ലാണ് അദ്ദേഹം ഗൈസ്. 2 തല്ലിക്കൊല്ലട്ടെ. വെയിറ്റ് ഗൈസ്. 2 പന്നികൾ, ഒരു പന്നിനെ കിട്ടി. കൊന്നത് അവിടെ കണ്ട ഗൈസ്. വില്ലേജ് ഔട്ട് പോസ്റ്റ് നമ്മുടെ ഗൈസിൻ്റെ അടുത്ത് വില്ലേജ് ഔട്ട് പോസ്റ്റ് ഒക്കെ ഉണ്ട്. ഫുഡില്ല ഗൈസ്. ഫുഡ് തയ്യാറായി. അതുകൊണ്ട് പെട്ടെന്ന് ഫുഡ് കുറച്ചുണ്ടാക്കണം. അതിനെ കണ്ണി കാണുന്ന എല്ലാവരും തല്ലിക്കൊല്ലാൻ വേണ്ടി ആക്കുക. മര്യാദയ്ക്ക് കൃഷി ചെയ്താൽ അറിയുന്നു. അത് വയ്യാത്തോണ്ട, പണിയെടുക്കാൻ വയ്യാത്തോണ്ട. അതല്ല ഗൈസ് കുറേ ഇരിക്കുന്നത്. ഞങ്ങൾ പിടിച്ച് ബ്രെഡ് ഉണ്ടാക്കിയാലോ. ഇത് നമുക്ക് ഇവിടെ വരുന്ന ഡിസൈൻ നമുക്ക് പ്ലാൻ ചെയ്യാം. ഇതേ ഗൈസ് ഫസ്റ്റ് ഞാൻ ഇത്രയും വലിയതായിട്ട് ഉദ്ദേശിക്കുന്നത്. നടുക്ക് 2 ലെയർ അടക്കാൻ വേണ്ടി മാത്രമായിട്ട്. അപ്പം ഇവിടെ സ്റ്റെയറും വരും നമ്മൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ. ഏകദേശം ഒരു ഉദാഹരണം ഈ ലെവലിൽ നമ്മൾ പോകും. ഈ ലെയർ ഫുള്ള് ഫില്ല് ചെയ്യാനുള്ള ഫുള്ള് നമുക്ക് ഇത് വെച്ച് ഫില്ല് ചെയ്യാം. ഇന്നത്തെ കുറേ ബ്ലോക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനത്തെ ഇവിടെ വരുന്ന കേസ് ഈ ഒരു റേറ്റിലേക്ക് ഇങ്ങനെ നമുക്ക് അത് സെറ്റാക്കി കാണിച്ചിട്ടാണ്. അതിന് ഐഡിയ ഉണ്ട് എൻ്റെ കയ്യിൽ. 3 ബ്ലോക്ക് ഹൈറ്റ് വേണ്ടേ? അത് 2 ബ്ലോക്ക് വരും. 3 ബ്ലോക്ക് ഹൈറ്റ് വേണം. എന്നാലേ സ്റ്റെയർ അടിച്ച് പോകാൻ പറ്റുമോ? എന്നാൽ സ്റ്റെയർ അടിക്കാൻ സ്ഥലമുണ്ടോ നോക്കാം. ഇങ്ങനെ ഇരിക്കട്ടെ. ഇതുണ്ട് ഗൈസ്. അപ്പോൾ എത്ര ഭാഗം തയ്യാറുന്നു ഇങ്ങനെ ഫില്ല് ചെയ്യേണ്ടി വരും. വില്ലേജറിനെ നിർത്തിയിട്ടുള്ള ബാക്കി സൈഡ് ഇത് ഫില്ല് ചെയ്ത് വേണ്ടി വരും. ഫില്ല് എനിക്ക് മടിയാ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഞാൻ അത്രയും ഭാഗങ്ങൾ അകത്ത് മറ്റേ പൊള്ളയായിട്ടിടും. എൻ്റെ അടുത്ത കളി
എന്നോടെ കളി. ഇവിടെ അടുത്ത് 2 വില്ലേജറിൻ്റെ ഇത് വരുന്ന കേസ് അടുത്ത് എവിടെ ആയിരിക്കും? അങ്ങനെ വില്ലേജ് ഇടും. ഇത് വെച്ചേ എന്താവശ്യം എനിക്ക് ഇതൊക്കെ തന്നെ. ഓക്കെ, ബ്ലോക്കൊക്കെ ഡിസൈൻ മാറി എന്ന് പറഞ്ഞാൽ കുഴപ്പം. ലൈറ്റ് വെച്ചിട്ടുണ്ട്, മാക്സിമം ലൈറ്റ് ആക്കിയിട്ടുണ്ട്. ഈ ഡിസൈൻ സൈഡ് വന്ന് കഴിയുമ്പോൾ ഗൈസ് നിങ്ങൾക്ക് കാര്യം അറിയാമോ? അത്രയും ഫില്ല് ചെയ്താൽ പോരാ. ഡിസൈൻ സൈഡ് വരുമ്പോൾ ഗൈസ് എനിക്കിത് ഞാൻ ഇതെടുത്ത് മുമ്പ് ഇങ്ങനെ ചെയ്തുവിടാമല്ലോ. നോക്കട്ടെ, 30 എവിടെ പോയി ഡേറ്റ്? ഇവിടെ 32 ദിവസമായിട്ടുണ്ട്. 30ാമത്തെ ദിവസം ചാവെന്ന് പറഞ്ഞ് വരുന്നുണ്ട് എൻ്റെ ചാറ്റിൽ. അത് എൻ്റെ മോഡറേറ്ററാണ് ഗൈസ് അങ്ങനെ പറഞ്ഞത്. അതിന് അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ ഗൈസ്? ഞാൻ 30ാം ദിവസം ചാവുന്ന 30 ദിവസം കൊണ്ട് ചാവുന്ന പറയേണ്ട ആവശ്യമുണ്ടോ ഗൈസ്? അവന് അത്ര അഹങ്കാരം പാടില്ല ഗൈസ്. അവനെ കാണിക്കാൻ വേണ്ടി ഗൈസ്, അവനെ തന്നെ കാണിക്കാൻ വേണ്ടി ഗൈസ് ഇപ്പം 30 ദിവസം എടുത്തെടുത്ത് പറയണേ. ഏത് ഇല്ലെങ്കിൽ സന്തോഷം കിട്ടൂല, എനിക്കൊരു സന്തോഷം കിട്ടൂല ഗൈസ്. അതുകൊണ്ടാണ് അവനെങ്ങനെ എടുത്ത് പറഞ്ഞ് അവനെ ആക്കിക്കൊണ്ടിരിക്കണം. 30 ദിവസം കംപ്ലീറ്റ് ചെയ്തല്ലോ. 30 ദിവസം 30 ദിവസമായി ഗൈസ്. 30 ദിവസം ആകുമ്പോഴേക്കും നമ്മൾ ട്രേഡിംഗ് ഹാളിൻ്റെ പണി തുടങ്ങിയതുള്ളൂ. ബേസിക്കലി നമുക്ക് 30 ദിവസം ട്രേഡിംഗ് ഹാളിൻ്റെ പണി തുടങ്ങാൻ പറ്റി. ഓക്കെ, 30 ദിവസം ട്രേഡിംഗ് ഹാളൊക്കെ പണിത് ചിലവന്മാരൊക്കെ ഒറ്റ ദിവസം കൊണ്ട് ട്രേഡിംഗ് ഹാളും പണിത് വലിയ ഗോളാർമറായി ഡ്രാഗനെ കൊല്ലുന്നവരുണ്ട്. നമ്മളെപ്പോലല്ല നമ്മളൊക്കെ അത്ര എക്സ്പീരിയൻസ് ഇല്ലല്ലോ ഗൈസ്. നമ്മൾ പാവങ്ങളല്ലേ. അപ്പോൾ ഇതെങ്ങനെയുണ്ട് ഗൈസ്? അത്യാവശ്യം കൊള്ളാം. ലുക്ക് ഇച്ചിരി നമുക്ക് ഇന്ത്യയിൽ കുറച്ച് ഡിസൈൻ വരുമ്പോൾ മാറിക്കോളും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബ്ലോക്ക് വെച്ചാലോ നേരെ? അതോടെ സ്റ്റെയർ വല്ലതും ഉണ്ടോ? സ്റ്റെയർ വെച്ച് നോക്കണോ? നോക്കട്ടെ, സ്റ്റെയർ ആണ് വെച്ച് നോക്കിയിട്ട് നോക്കട്ടെ. സ്റ്റെയർ ഇങ്ങനെ കമത്തി വെച്ച് കഴിഞ്ഞാൽ പൊളിക്കുന്നു. നോക്കട്ടെ, ഇങ്ങനെ സ്റ്റെയർ കമത്തി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. കൊള്ളുമോ? ഇത് കൊള്ളുമില്ല. സ്റ്റെയർ കമത്തി വെക്കുന്നത് കൊള്ളുമില്ല. നമുക്ക് ഇങ്ങനെ തന്നെ ബ്ലോക്ക് വെച്ചിട്ട് ഇങ്ങനെ കളിച്ച് ആക്കി പറഞ്ഞാലോ? ഇതും കൊള്ളുമില്ല. ഇതെങ്ങനെ സ്റ്റെയർ കമത്തിയേക്കുന്നല്ലേ? സ്റ്റെയർ കമത്തിയേക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെ സ്റ്റെയർ കമത്തി കഴിഞ്ഞല്ലോ. എന്നിട്ട് ഇങ്ങനെ കുറച്ച് ബ്ലോക്കോട് വെച്ച് കഴിഞ്ഞാൽ പൊളിയില്ല. ഇങ്ങനെ പൊളിക്കും. ആയിരിക്കും പൊളിച്ചാതെ ഇത് കൊള്ളൂല്ല തോന്നുന്നത്. അത് കൊള്ളൂല. എത്ര ഡിസൈൻ പ്ലാൻ ചെയ്യണം? എങ്ങനെ ഈസിയാണ് ട്രേഡിംഗ് ഹാൾ വരുന്ന പണ്ട്? ആലോചിക്കട്ടെ. ഇത് തന്നെ മതി. എന്നിട്ട് വേറെ ഡിസൈൻ അത് കഴിഞ്ഞിട്ട് ആലോചിക്കാം. സംഭവമുണ്ട്. ഇങ്ങനെയാണ് ഗൈസ് ഇവിടെ സ്റ്റെയർ വരാൻ പോകുന്നത്. വേണ്ടോ? ഇങ്ങനെ വരും. എന്നിട്ട് ബിൽഡ് ചെയ്യട്ടെ. വെറ്റി. ഓക്കെ, മണ്ടയിലേക്ക് കയറാൻ വേണ്ടി ഗൈസ് ഇങ്ങനെ ഉണ്ടോ? ഇത്രയും വരും. നോക്കട്ടെ, അവിടുത്തെ ഒരു ബ്ലോക്ക് പിടിച്ചാലും കുഴപ്പമില്ല. ഇത് അഡ്ജസ്റ്റ്മെൻറ്റ് കയറിയാൽ മതി. അത്രേ ഉള്ളൂ. ഇപ്പോൾ ഒക്കെ സെറ്റായില്ലേ? അങ്ങോട്ട് കയറാനുള്ള വഴി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് ഫില്ലിങ് എക്സ്പീരിയൻസ് കേസ് ഇതൊക്കെ ബിൽഡ് ചെയ്ത കേസ്. അതുകൊണ്ട് ഞാൻ ഫുള്ള് വെള്ളം ഒഴിച്ച ബിൽഡ് ചെയ്തതൊക്കെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അത് ചെയ്ത് നല്ലതായിട്ട് എനിക്കൊരു മനസ്സിൽ പെട്ടെന്നൊന്ന ഐഡിയ ആണ്. പെട്ടെന്ന് ഉദിച്ച ഐഡിയ ചെയ്യും. തന്ത്രം വർക്കാവും. ഈ ബ്ലോക്ക് എല്ലാം ഒരേ ഒരു ബ്ലോക്ക് വെച്ചാൽ ബിൽഡ് ചെയ്യുന്നത്. അതാണ് ഏറ്റവും വലിയതുണ്ടോ? ഈ സ്റ്റെയർ കണ്ട് ഈ പോകുന്ന സ്റ്റെയറില്ലേ ഫുള്ള് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ചിലപ്പം രസം ഉണ്ടാവും. അത്യാവശ്യം കൊള്ളാം. വലിയ ഇതൊന്നുമില്ല, പക്ഷേ നമുക്ക് വലിയ അലമ്പുമില്ല. അത്യാവശ്യം കൊള്ളാം. ഞാൻ ഒരു ഐഡിയ അത് കഴിഞ്ഞിട്ട് വേറെ ഐഡിയ കണ്ടിട്ടുണ്ട്. അത് വർക്കാവുന്ന എനിക്ക് അറിഞ്ഞൂടാ. ഫെൻസല്ലോ? ഫെൻസാണെന്നു. ഫെൻസ് ഗേറ്റ് അല്ല ഈ സൈൻ എന്താ പറയണേ? അത് എന്തെങ്കിലും ഐറ്റം ഒരേ ഇതേ സെയിം ഡിസൈൻ കേസ് ഇപ്പുറം സൈഡും വരും. ഇപ്പം പൊളിക്കും. ലൈറ്റ് കുറവാ. കോളുള്ള കോള് മൊത്തം കത്തിക്കാൻ വെച്ചേക്കുക. ആ കോള് പെടുത്തിട്ടെന്നാലോ? വല്ല കോളും ഉണ്ടോ? ഇല്ല. ഉള്ള കോള് മൊത്തം കത്തിക്കാൻ വെച്ചേക്കും. ഇതിനകത്ത് വല്ല കോള് ഇരിപ്പുണ്ടോ നോക്കട്ടെ. കോളൊന്നുമില്ല. കോളൊക്കെ വല്ല പെട്ടെന്ന് മൈൻഡ് ചെയ്ത് കിട്ടുമല്ലോ. എന്ത് എളുപ്പമുണ്ടായിരുന്നു.
കോൾ വരാൻ കുറച്ച് വുഡ് എടുത്ത് മൈൻഡ് ചെയ്യാൻ പറ്റാ പെട്ടെന്ന് കിട്ടുമോ? ആ സ്പീഡാവുമല്ലോ. പെട്ടെന്ന് കുറച്ച് ടോർച്ച് ഉണ്ടാക്കട്ടെ. ലൈറ്റിനൊരു കുറവും പാടില്ല. 14 ടോർച്ച് കിട്ടിയത് ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തിട്ട്. ബെഡ് കേസ് നമ്മുടെ അങ്ങോട്ട് കൊണ്ടുപോയേക്കാം. ഇവിടെയായിരുന്നു നമ്മൾ ബിൽഡ് ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടുപോയി. അതായത് പെട്ടെന്ന് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമോ. ഈ ചെറിയ വീട് കേസ്, ചെറിയ വീട് മാറണം കേസ്. അതായത് ചെറിയ വീട് മാറും. തൽക്കാലം കേസ് ഇത് ബിൽഡ് ചെയ്യട്ടെ. നമുക്ക് ആർമർ അപ്ഗ്രേഡ് ആവട്ടെ. ആർമർ അപ്ഗ്രേഡിങ് ആവട്ടെ. ഓക്കെ, ഈ അടുത്ത റൂം ഇവിടെ 2-3 കേസ് വരുള്ളൂ. അത് കുഴപ്പമില്ല, അതൊന്നും കുഴപ്പമില്ല. 2-3 2-3. അത് മാറിയിട്ട് ഇതല്ല കേസ്. ഇവിടെ വേറെ ഡിസൈൻ ഉണ്ട്. വേറെ ഡിസൈൻ ഐഡിയ മനസ്സിലുണ്ട്. അത് ചെയ്ത് കഴിയുമ്പോൾ കാണിച്ചു തരാം. ഒരു കാര്യം ചെയ്യാം. സെയിം ഡിസൈൻ അല്ല പിന്നെ 3 ബ്ലോക്ക് തിരിഞ്ഞ് വേണമല്ലേ. അത് നമുക്ക് ഫില്ല് ചെയ്യാം. 1 2 3 1 2 3. ആ 1 2 3 അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഉള്ളൂ. നമ്മൾ അത്ര ഉള്ളു കാര്യം. ഒരു ഓക്കെ, ഇവിടെ ഇതില്ലേ ബ്ലോക്ക് തീർന്നാണ്ടത്. ബേസ് ഇങ്ങനെ അല്ലായിരുന്നു കേസ്. ഇങ്ങനെ ആയിരുന്നോ? ഇത് ബേസ് അല്ലല്ലോ, സോറി, ഇത് ട്രേഡിംഗ് ഹാളാണല്ലോ. ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്നുണ്ട് ട്രേഡിംഗ് ഹാളാന്ന കാര്യം. ഓക്കെ, കൊള്ളാം. സെയിം ഡിസൈൻ അല്ലേ കേസ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അവിടെ സ്റ്റെയർ ആണെങ്കിൽ ഇവിടെ സ്റ്റെയർ അല്ല വേണ്ടേ. ഇത് പൊട്ടിക്കട്ടെ. ഏകദേശം സെയിം ഡിസൈൻ തന്നെ വന്നാൽ മതി. അത് കൂടുതലായി കഴിഞ്ഞാൽ പണിയാവും. സ്റ്റെയർ എവിടെ? സ്റ്റെയർ 8 സ്റ്റെയർ പോരാ. 12 സ്റ്റെയർ പോരാ. 16 സ്റ്റെയർ പോരാ. 20 സ്റ്റെയർ മതി. 20 സ്റ്റെയർ മതി. 20 സ്റ്റെയർ. അത് തിരിഞ്ഞു പോയി. അതിലേക്ക് മണ്ടേ കയറിയാതായിരുന്നു. ഓക്കെ, മണ്ടയിലെ ഡിസൈൻ ആയിരുന്നത്. അടിയത്തെ ഡിസൈനേക്കാളും ഇത് അടിയത്തെ ഡിസൈനൊക്കെ മാറ്റിയാലോ. മണ്ടേത്തെ ബ്ലോക്ക് വെച്ച് കളി വെച്ചാൽ മതി. അതാണ് നല്ലത്. നോക്കട്ടെ. അതെ, വേറെ ബ്ലോക്ക്, മറ്റേ ബ്ലോക്ക് വെക്കണോ? ഞാൻ വേറൊരു ബ്ലോക്ക് മെയിൻ ചെയ്തിട്ടുണ്ടല്ലോ. അല്ലേ, വെള്ള കളർ. ഓ, വെള്ള കളർ പിന്നെ എടുത്ത് നിൽക്കുന്നുണ്ട്. യെസ്, ലിച്ച് കളർ വെച്ച് തിളങ്ങി നിൽക്കുന്നുണ്ട്. ഇവിടെ 2 ബ്ലോക്ക് ഉണ്ട്. ഞാൻ ഇപ്പോഴേ കണ്ട 2 ബ്ലോക്ക്. ഞാൻ എഴുതിക്കട്ടെ. ഇത്രയും ബ്ലോക്ക് വെക്കാനുള്ള സ്ഥലം എൻ്റെ ഉള്ളൂ. ബ്ലോക്ക് അല്ലേ ഉള്ളൂ ഉണ്ടാവുള്ളൂ. അതിനുള്ള ബ്ലോക്ക് മൈൻ ചെയ്തിട്ട് വന്നുള്ളൂ. ഉള്ളത് കൊണ്ട് ഓണം പോലെ, ഉള്ളതുകൊണ്ട് നമ്മൾ പണി. അതാണ് അതിപ്പോൾ അല്ലല്ലോ. ഞാൻ ഇപ്പോൾ ഇത് തന്നെ വെക്കാൻ വേണ്ടി പോയി. ഒരേ ബ്ലോക്ക് തന്നെ വീണ്ടും വീണ്ടും വെക്കുന്നു. ഞാൻ എന്ത് മണ്ടനാ, ഞാൻ എന്ത് ബുദ്ധിമാനാ ഗൈസ്. ഞാനൊരു ഗോഡായി മാറിക്കൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു കേട്ടോ. ബേസിക്കലി ബിൽഡ് ഗോഡ് ഇത് മാറ്റി ബിൽഡ് ഗോഡ് നോക്കാം. അതുപോലെ തന്നെ ഇവിടെ ഷെയർ ഇടാം. ഷെയർ ഇടുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ രസമുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ വിചാരിക്കുന്നത് എന്ത് കാണിച്ചിരിക്കുന്നു കഴിക്കും. ഷെയർ ഉണ്ടെങ്കിൽ ഭയങ്കര ഭംഗിയായിട്ട് ഫീൽ ചെയ്യും. ഞാൻ ഭംഗിയായിട്ട് പണിതിലേ പോലും അതെ ചെയ്യാൻ ഭംഗിയായിട്ട് പണിതിലേ പോലും ഷെയർ ഇടുമ്പോൾ ഭംഗിയായിട്ട് ഫീൽ ചെയ്യില്ല. അത്യാവശ്യം ഡിസൈൻ ആയില്ലേ, അത്യാവശ്യം കൊള്ളാവുന്ന ഡിസൈൻ ആയില്ലേ, കൊള്ളാവുന്ന പോലെ ആയില്ലേ. ഇതിനെ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഫലം കുറവായിട്ട് ഫീൽ ചെയ്യും, പക്ഷെ കൊള്ളാവുന്നൊരു ഫീൽ കിട്ടും. കണ്ടോ? യെസ്,
അത്യാവശ്യം കൊള്ളാമെന്നൊരു ഫീലുണ്ടല്ലേ. ഇങ്ങനെ നോക്കുമ്പോൾ ഗൈസ് കിടക്കട്ടെ, അല്ലെങ്കിൽ സോംബി വന്നെ അടിച്ചു പോലും. ഇങ്ങനെ ഇരിക്കും ഗൈസ് ഫസ്റ്റ് സൈഡ് കണ്ടല്ലോ. ഇതാണ് ഫസ്റ്റ് സൈഡ് ഡിസൈൻ. അതുപോലെ തന്നെ ഇപ്പുറ സൈഡിലേക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. ഇങ്ങോട്ട് വെക്കാൻ പറ്റും, ഇങ്ങനെ ഇങ്ങോട്ട് വെക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ വെക്കാൻ പറ്റുമോ? എനിക്ക് എളുപ്പമുണ്ടായിരുന്നു, ഞാൻ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു. ഐഡിയ കണ്ടിട്ടുണ്ട്, അതിന് ഐഡിയ കണ്ടിട്ടുണ്ട് ഗൈസ്. ഒറ്റ ക്ലിക്കിൽ ഇങ്ങനെ തിരിച്ചു വന്ന് രീതിയാക്കണോ? അല്ല, നിങ്ങൾ എന്നെ നിങ്ങൾ ബോറടിക്കും ഇച്ചിരി. നിങ്ങളിങ്ങനെ പണിയെടുക്കുന്നത് കാണണം. ബോറടിക്കില്ല, ഇച്ചിരി പണിയെടുക്കുക കാണണം. നിങ്ങൾ പറയും ഞാൻ കള്ളപ്പണിയാണ്, അതുകൊണ്ട് ശരിയാവില്ല. അപ്പോൾ നിങ്ങൾ കുറച്ച് പണിയെടുക്കുന്നത് കാണുക. ഏത് വെറുതെ അറിയാം ടൈസ്, വഴിയൊക്കെ നിങ്ങൾ കാണണ്ട ടൈസ്. നമ്മളെല്ലാം വില്ലേജറിനെ അങ്ങ് കയറ്റിയിട്ടുണ്ട് ഗൈസ്. പയ്യെ നോക്കി ഗൈസ്. ഞാൻ മാത്രമേ ഗൈസ്, ഞാൻ വില്ലേജറിൻ്റെ കൂടെ ഞാൻ മാത്രമേ കയറാത്തുള്ളൂ ഗൈസ്. അത്യാവശ്യം വില്ലേജറെല്ലാം കയറ്റി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തായത് ഗൈസ്, കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. വില്ലേജറെ മാത്രം കയറ്റിയാൽ മതിയായിരുന്നോ? പോലല്ലോ, ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടോ ഗൈസ്. കുറേ പണി കിടക്കും, ഇനിയും കിടക്കും കുറേ പണികൾ. ഇവിടെയൊക്കെ വില്ലേജിനെ കയറാൻ പറ്റിയ പാട് എനിക്കറിയില്ല ഗൈസ്. ഇങ്ങനെ തള്ളിവിട്ട് തിരിച്ചു പോന്നോ? തിരിച്ചു പോലെ എന്തിനാ തിരിച്ചു പോന്ന് നിൽക്കണവിടെ? കേസ് എങ്ങനെ എങ്ങനെ കേസ് കുറച്ച് വില്ലേജറിനൊക്കെ തട്ടിക്കൊണ്ടുപോകുന്നത് എല്ലാ വില്ലേജിന് അത്യാവശ്യം കേട്ടിട്ടുണ്ട്. വില്ലേജർമാരെല്ലാം കയറിയിട്ടുണ്ട് അത്യാവശ്യം ബേസിനകത്ത്. അങ്ങനെയാ വില്ലേജർമാരെല്ലാத்தைയും കയറ്റി. പക്ഷേ ഞാൻ ആലോചിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ എങ്ങനെ ട്രേഡ് ചെയ്യുമെന്ന് ആലോചിക്കുന്നത്. എങ്ങനെ എന്തൊക്കെ ചെയ്യും അത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നും ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ വില്ലേജറിനെ മാത്രമേ കയറ്റിയിട്ടുള്ളൂ, വേറെ പണിയൊന്നും ചെയ്തിട്ടില്ല. അതിൻ്റെ അടുത്ത് ഈ ഒരു പുള്ളി വന്നിരിക്കുന്നത്. ഈ പുള്ളി നിങ്ങൾക്ക് അറിയാമോ കേസ്? ഈ പുള്ളി ഫസ്റ്റ് തൊട്ടിരിപ്പുണ്ട്. മറ്റേ ഇത് വേണ്ട ബ്രീഡർ വളർന്ന് തൊട്ടിപ്പോഴാണ് ഇവിടെ അർജീന നടപ്പുണ്ട്. പക്ഷേ പുള്ളി ഒന്നും നല്ല കാര്യങ്ങളൊന്നും തരുന്നില്ല. ഈ പരിച്ച ടൈ വന്നിട്ട് നമുക്ക് എന്താ കാണിക്കണം? ഇത് ആവശ്യമുണ്ട്. പാക്കറ്റ് ഐസ് കൊള്ളായിരുന്നു. ഐസ് ആവശ്യം തന്നെ, വേറെ ഒന്നുമില്ല ഐസ്. പിന്നെ നമ്മുടെ വീട്ടിൽ എങ്ങനെ ഇഷ്ടപ്പെട്ടു? വില്ലേജിനെ കാണിച്ചില്ല. വില്ലേജിൽ കയറി കഴിഞ്ഞ് കാണിച്ചില്ലല്ലേ? വില്ലേജിൽ കയറ്റി കഴിഞ്ഞിട്ട് കാണിച്ചില്ലല്ലേ? കാണിക്കാം ഗൈസ്. വില്ലേജറെ കയറ്റി കഴിഞ്ഞിട്ട് ഗൈസ് ഇതുണ്ടോ? ഞാനാണ് ഗൈസ് വില്ലേജറിൻ്റെ എല്ലാം വെച്ചേക്കുന്നത്. വില്ലേജർ നിങ്ങൾ മാത്രം വെച്ചാൽ പോലല്ലേ, എൻ്റെ മുമ്പിൽ എന്തെയൊക്കെ വെക്കണ്ടേ? ഇതെങ്ങനെ പൊട്ടിച്ച് കളയോ? ഫുഡ് ഗൈസ് എൻ്റെ മറ്റേ 34 ബ്രെഡ് അങ്ങ് തീർന്നു പോയി. അടുത്ത് 2 പോർക്കിനെ അടിച്ചു പോന്നേ. ഞാൻ കൂടെ ബ്രെഡ് ഉണ്ടാക്കി വെച്ചില്ല, ബ്രെഡ് മാത്രം തീർന്നു. ഇനി കുറച്ച് ബ്രെഡ് ഉണ്ടാക്കണം. ഇനിയും കുറേ പണി നടക്കുക. ഇവിടെ മൊത്തം ക്യാറ്റ് നട്ടിച്ചു. ഞാൻ അപ്പുറത്ത് കുറേ ക്യാറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം പോയി നോക്കണം. പിന്നെ സീഡ് കുറച്ച് നടല്ലേ ഇത് ഫാം ഉണ്ട്. ഇതിന് ഫാം ഉണ്ടാക്കാൻ പറ്റില്ല സെപ്പറേറ്റ് ആയിട്ട്. ഇതിനൊരു ഫാം ഉണ്ടാക്കാൻ അടുത്തത് നമുക്ക്. അപ്പോൾ കേസ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ കേസ് നമുക്ക് ഇത് വെച്ച് നിർത്താം കേസ്. ചെറിയൊരു വീടും ട്രേഡിംഗ് ഹാളൊക്കെ ബ്രീഡറും ട്രേഡിംഗ് ഹാളൊക്കെ പെടുന്നില്ല കേസ്. ഒരു അയൺ ഫാം ഉണ്ടാക്കിയാൽ കൊള്ളാറുണ്ട്. അടുത്ത പ്രാവശ്യം കേസ് അയൺ ഫാം ഉണ്ടാകും കേസ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട കേസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കേസ്. See you next video guys. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.